ഹായ് മാന്യ സുഹൃത്തുക്കളെ, ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ ഒരു വീഡിയോയിൽ നാടൻ തെങ്ങിനെ പറ്റി നമ്മൾ പറഞ്ഞിരുന്നു. ഒരു 5-8 വർഷമായിട്ടും നല്ല രീതിയിൽ കായ്ഫലം കിട്ടാത്ത ഈ നാടൻ തെങ്ങിന് നമ്മൾ ഒരു സുഖചികിത്സ കൊടുത്ത് നല്ല രീതിയിലുള്ള കായ്ഫലമാക്കാനുള്ള ഒരു പരീക്ഷണം നടത്തുകയാണ്. ഇങ്ങനെ പരീക്ഷണം നടത്തിയതിൽ വിജയിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ തെങ്ങിൽ നമ്മളൊരു പരീക്ഷണം നടത്തുന്നത്. അപ്പം ഒരു 15 ദിവസത്തിന് മുമ്പായിട്ട് ഈ തെങ്ങിൻ്റെ ആഴത്തിൽ നമ്മൾ ഒരു നല്ല തടം ശരിയാക്കി. അതായത് ഒഴുകി വരുന്ന വെള്ളം ഈ തെങ്ങിൻ്റെ മണ്ടയിലൂടെ താപ്പോട്ട് ഒഴുകി വരുന്ന ഈ വെള്ളം തെങ്ങിൻ്റെ ചുവട്ടിൽ തന്നെ നിൽക്കത്തക്ക രീതിയിൽ നല്ല ഒരു തടം നമ്മൾ ശരിയാക്കിയെടുത്തതിന് ശേഷം ആവശ്യത്തിന് കുമ്മായം വിതറിയിട്ട് ഇപ്പോൾ 15 ദിവസമായി. 15 ദിവസത്തിന് ശേഷം നമ്മൾ അടുത്ത വളം പ്രയോഗിക്കാൻ പോവുകയാണ്. അപ്പോൾ അടുത്ത വളവും പ്രയോഗിച്ചതിന് ശേഷം ഇതിൻ്റെ കായ്ഫലത്തിൻ്റെ മറ്റൊരു വീഡിയോയും നമ്മൾ ഇടുന്നതായിരിക്കും. അതുകൊണ്ട് പല ചങ്ങാതിമാരും സംശയമൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. പരീക്ഷ വിജയിച്ചിട്ടുള്ളതാണ്. സാധാരണ രീതിയിലുള്ള ഒരു കർഷകന് സ്വന്തം നിലയിൽ തൻ്റെ പുരയിടത്തിലുള്ള ഇത്തരം തെങ്ങുകൾക്ക് ഇത്തരം വളം പ്രയോഗിച്ച് നല്ല കായ്ഫലം ഉണ്ടാക്കാൻ പരീക്ഷ നോക്കാവുന്നതാണ്. വിജയിക്കും. അത്തരക്കാർക്ക് വേണ്ടിയുള്ളതാണ് ഈ വീഡിയോ. അപ്പോൾ ഇത്തരത്തിലുള്ള നമുക്ക് തന്നെ നമ്മുടെ പുരയിടത്തിൽ ചെയ്യാവുന്ന തരത്തിലുള്ള അറിവുകൾ ശേഖരിക്കുന്നതിനും അത് നമ്മളെപ്പോലെയുള്ളവർക്ക് കൈമാറുന്നതിനും പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അത്തരത്തിൽ നിങ്ങൾ ഈ വീഡിയോയിൽ ഇഷ്ടമാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇതിനോടൊപ്പം ഒരു ബെല്ലൈക്കൺ നിങ്ങൾ അമർത്തുകയാണെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അപ്പോഴപ്പോഴും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ വളം നമ്മൾ എല്ലാത്തിനും ശുപാർശ ചെയ്യുന്ന ഒരു വളമാണ് എല്ലുപൊടി. ആദ്യമായിട്ട് നമ്മൾ എല്ലുപൊടിയാണ് ഇടാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇലഞ്ഞൂർ ബ്ലോഗ് എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിയന്ത്രിതമായ രീതിയിൽ വളപ്രയോഗം എപ്പോഴും നിയന്ത്രിതമായ രീതിയിലായിരിക്കും. ഇത്രയും എല്ലുപൊടിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ വേപ്പിൻ പിണ്ണാക്ക് ഇടുകയാണ്. വേപ്പിൻ പിണ്ണാക്കിൻ്റെ പ്രാധാന്യം നമുക്കറിയാം. കീടബാധകളെ ചെറുക്കാൻ, പ്രത്യേകിച്ചും തെങ്ങിന് കൊമ്പൻ ചെല്ലി പോലെയുള്ള കീടങ്ങൾ വന്ന് ഉൽപ്പാദനം കുറയ്ക്കുന്ന ഒരു രീതി മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പറയുന്ന വേപ്പിൻ പിണ്ണാക്കിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. വേപ്പിൻ പിണ്ണാക്കിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ വേപ്പിൻ പിണ്ണാക്കിൻ്റെ പിണ്ണാക്ക് രൂപത്തിലുള്ള അത് നമ്മൾ ഈ തെങ്ങിൻ്റെ മുകളിൽ ഓലയുടെ കവിളിലിട്ട് കൊടുക്കുന്നുണ്ട്. അത് മറ്റൊരു വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നതാണ്. അത് അടുത്തായി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കടലപ്പിണ്ണാക്ക് ഇങ്ങനെ കഷ്ണങ്ങളായി തന്നിട്ടാൽ മതി. കാരണം ഇപ്പോൾ നല്ല മഴയായതുകൊണ്ട് ഈ കടലപ്പിണ്ണാക്ക് ഇങ്ങനെ കിടന്നങ്ങ് അലിഞ്ഞോളും. ഇനി നമ്മൾ ഇതിൻ്റെ പുറത്ത് അല്പം മണ്ണ് ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. അതിന് തടത്തിൽ നിന്ന് തന്നെ കുറേശ്ശെ മണ്ണ് നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. മണ്ണും ഈ വളവുമായിട്ട് ചേരുകയും വെള്ളത്തിൽ ലയിക്കുകയും ആ വെള്ളത്തിൽ ലയിക്കുന്ന ലായനി രൂപത്തിലുള്ള വളമാണ് തെങ്ങ് വലിച്ചെടുക്കുന്നത് എന്ന കാര്യം ഏവർക്കും അറിവുള്ളതാണ്. തെങ്ങിൻ്റെ ചുവട്ടിൽ വേപ്പിൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്, എല്ലുപൊടി എന്നിവ വിതറിക്കൊടുത്തു. അപ്പം ഈ വിതറിയ ഈ വളങ്ങൾ തെങ്ങിലൂടെ ഒഴുകി വരുന്ന വെള്ളം ഈ തടത്തിൽ കെട്ടിയെന്ന് അത് ലയിക്കുകയും അങ്ങനെ ആ ലായനിയാണ് തെങ്ങ് വലിച്ചെടുക്കുന്നത്. ഇത്രയും തന്നെ വളം ഒരു 30 ദിവസം കഴിയുന്നുണ്ടേ. അതായത് കർക്കിടക മാസത്തോടു കൂടി ഇത്രയും വളം കൂടെ ഒന്നുകൂടെ ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് ഇത് ഉപ്പാണ്. കല്ലുപ്പ് മാത്രമേ ഇടാവൂ. കല്ലുപ്പിനേക്കാൾ നല്ലത് ഉണക്കമീൻ ഉണങ്ങുന്ന സ്ഥലത്തു നിന്നും കിട്ടുന്ന ഉപ്പാണ് ഏറ്റവും നല്ലത്. അതെല്ലാവർക്കും ശേഖരിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഒരു പാക്കറ്റ് കല്ലുപ്പ് നമ്മൾ ഈ തെങ്ങിന് വിതറി കൊടുക്കുകയാണ്.
വളമെല്ലാം ഇട്ട് കഴിഞ്ഞു. ഉപ്പും കറിയുപ്പും ചുറ്റും ചേറി. നമ്മൾ ഇനി ചെയ്യുന്ന സംഗതി, ഇത് വൻപയറാണ്. ഇത്രയും വൻപയർ ഈ തടത്തിൽ ഇങ്ങനെ നമ്മൾ നട്ടു കൊടുക്കണം. അപ്പം അത് ചെയ്ത് എന്തിനാണെന്നുള്ള വിവരങ്ങൾ നമുക്ക് പറയാം. അതിനു മുമ്പായിട്ട് ഈ തെങ്ങ് എന്ന് പറയുന്ന ഈ വലിയ വിഭവം, ആ വലിയ വിഭവത്തിൻ്റെ പിന്നിൽ ഒരു ഐതിഹ്യ കഥയുണ്ട്. അതുകൂടി നമുക്ക് ഒന്നറിഞ്ഞിരിക്കാം. ഒരിക്കൽ മഹാദേവൻ കൈലാസത്ത് നിന്ന് കൊടുങ്കാട്ടിലേക്ക് തപസ്സിന് പോയി. ഇത് പാർവതി ദേവി അറിഞ്ഞതേയില്ല. മഹാദേവൻ കൊടും തപസ്സിൽ മുഴുകി. വർഷങ്ങൾ ഇഴഞ്ഞു നീങ്ങി. പാർവതി അതീവ ദുഃഖിതയായി. തപസ്സിൽ നിന്ന് പറഞ്ഞ മഹാദേവൻ നോക്കിയപ്പോൾ പാർവതി ദേവി ദുഃഖിതയായിരിക്കുന്ന ആ സംഭവം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നുകയും അങ്ങനെ പാർവതി ദേവിക്ക് സന്തോഷം ഉണ്ടാകാൻ വേണ്ടി അദ്ദേഹം ദിവ്യമായ ഒരു സംഗതി ഒരു സ്വർണ്ണക്കുടത്തിലിട്ട് വളരെ മനോഹരമായ പട്ടുകൊണ്ട് പൊതിഞ്ഞ് വളരെ നല്ല രീതിയിൽ ആർക്കും കാണാനും വാങ്ങാനും ഇഷ്ടപ്പെടുന്ന രീതിയിൽ മനോഹരമാക്കി അതുമായി പാർവതിദേവിയുടെ അടുത്തേക്ക് ചെന്നു. ഈ പൊതി കണ്ട് സന്തുഷ്ടയായ പാർവതി ദേവി അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും 2 കൈ നീട്ടിക്കൊണ്ട് ആ പൊതി അല്ലെങ്കിൽ ആ സമ്മാനം വാങ്ങി ആ സമ്മാനം കൊണ്ട് തൻ്റെ ശിരസിലും കണ്ണിലുമൊക്കെ ഉമ്മ വെച്ച ശേഷം അല്ല സ്പർശിച്ച ശേഷം ആ സന്തോഷത്തോടു കൂടി തന്നെ ഈ പൊതി മണ്ണിൽ കുഴിച്ചിട്ടു. അത്ഭുതം എന്ന് പറയട്ടെ, അത് അമൃതായിരുന്നു. മഹാദേവൻ കൊണ്ടുവന്ന അമൃത് കുംഭമായിരുന്നു അത്. ആ കുഴിയിൽ നിന്നും അത് താനേ വളർന്നു ഇതേപോലെ ഒറ്റത്തടിയുള്ള ഒരു വൃക്ഷമായി മാറി. അത് കായ്ഫലമായി. ആ കായ്ഫലം തരുന്ന ആ ഒറ്റത്തടിയായ വൃക്ഷമാണ് തെങ്ങ് എന്ന് നമ്മളിപ്പോൾ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ തെങ്ങിൽ നിന്നും ലഭിക്കുന്ന കരിക്ക് നിത്യേന നമ്മൾ കഴിക്കുകയാണെങ്കിൽ നിത്യ യൗവനം വരും എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. അപ്പോൾ തെങ്ങിൻ്റെ പുരാണം ഇതാണ്. നമുക്കിനി ഈ പയറൂടെ നടാം. പയർ വിതയ്ക്കാൻ പോവുകയാണ് നമ്മൾ. വളമൊന്നും ഇടേണ്ട കാര്യമില്ല. തെങ്ങിനെ വളമൊക്കെ ഇട്ട് കഴിഞ്ഞു. പയർ വിതച്ച് കഴിഞ്ഞു. ഈ പയർ കിളുത്ത് വലുതായി പുഷ്പിച്ച് കായ്ഫലമാവുന്നുണ്ടേ ഇതിന് ചുവട്ടിൽ നിന്നും അറുത്തെടുത്ത് പിഴുതെടുക്കരുത്. അറുത്തെടുത്ത് ഈ തെങ്ങിൻ്റെ തടത്തിൽ തന്നെ ഇടുക. വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഇതേപോലെ പയർ വച്ച് അതും അറുത്തെടുത്ത് ഈ തെങ്ങിൻ്റെ ചുവട്ടിൽ തന്നെ ഇടുക. ഒപ്പം ഒരു വളവും കൂടി ഇതുപോലെ ചെയ്യണം. നമുക്കിനി ഇതിൻ്റെ ചുവട്ടിൽ, അതായത് വെള്ളം സാവകാശം താഴ്ന്നു പോകുന്നതിനും ഈർപ്പം നിലനിർത്തുന്നതിനുമായിട്ട് ഈ തെങ്ങിൻ്റെ തന്നെ ഉണങ്ങിയ ഓല ഇതിൻ്റെ ചുവട്ടിൽ പറക്കിയിടുകയാണ്. പ്രിയമുള്ളവരെ, ഇതേപോലെ ഒരു വർഷത്തിൽ 2 പ്രാവശ്യം വളപ്രയോഗം നടത്തിയാൽ, അവൻ തടം ഒരു പ്രാവശ്യം എടുത്താൽ മതി, 2 പ്രാവശ്യം വളപ്രയോഗം നടത്തുകയും തുലാവർഷം കഴിയുന്നതോടുകൂടി ഈ മണ്ണ് ചുവട്ടിലോട്ട് അടുപ്പിക്കുകയും ചെയ്തിടുക. തീർച്ചയായിട്ടും നാടൻ തെങ്ങുകൾ നമ്മളെ ചതിക്കത്തില്ല. 80 വർഷക്കാലം ഇഷ്ടംപോലെ കായ്ഫലം ലഭിക്കാൻ ഈ വളപ്രയോഗത്തിലൂടെ നമുക്ക് സാധിക്കും. തെങ്ങ് ഒരു മഹാവൃക്ഷമാണ്. തെങ്ങിനെ കൊണ്ട് കേരളത്തിനകത്തും പുറത്തും ധാരാളം ആൾക്കാർ ജീവിക്കുന്നുണ്ട്. തെങ്ങിൻ്റെ എല്ലാ ഭാഗങ്ങളും മനുഷ്യന് ഉപയോഗപ്രദമാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.